ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസ് ആണ്. അതിൽ കുറച്ച് എലമെന്റ്സ് കൂടിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൽ കുറച്ച് പാറ്റേണുകളും അതുപോലെ തന്നെ കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ആ ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ക്ലാസ് പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റകളെ നമ്മൾ ചാർട്ടിലൂടെയും പാറ്റേണുകളിലൂടെയും മാത്തമാറ്റിക്കലിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു. അതായത് നമ്മൾ അതിലെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തി അതുവഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഫസ്റ്റ് ഈ PPT പിക്ചർ തന്നെ കാണുന്നുണ്ടാവും ഒരുപാട് ഗ്രാഫുകൾ. സോ അതുപോലെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂയെ നമ്മൾ കണ്ടെത്തുക. നമ്മൾ തന്നെ ഇപ്പോൾ ദിവസം ഗോൾഡിൻ്റെ റേറ്റ് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ട്രെൻഡ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അതൊക്കെ എന്താണ്, ടെക്നിക്കൽ അനാലിസിസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഇതിൽ പറയുന്നത് എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ അനാലിസിസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അതുപോലെ തന്നെ അവിടുത്തെ എക്കോണമി അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി, അവരൊക്കെ പഠിച്ചിട്ട് ഒരു സ്റ്റോക്കിന്റെ വാല്യൂ എത്രയെന്നുള്ളത് കൃത്യമായ രീതിയിൽ കണ്ടെത്തലാണെന്ന് പറഞ്ഞു ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റയെ കളക്ട് ചെയ്ത് അതിനെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ മനസ്സിലാക്കി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാണ്, ഫോർകാസ്റ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡ് യൂസ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ് ഫോർകാസ്റ്റ് ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ പ്രൈസ് ആൻഡ് വോളിയം ഡാറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. ആ ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്കിതിൽ പറയുന്നത് വൈ ടെക്നിക്കൽ അനാലിസിസ് മാറ്റർ, എന്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടെക്നിക്കൽ അനാലിസിസ് നടത്തണം എന്നുള്ളതാണ് പറയുന്നത്. ടെക്നിക്കൽ അനാലിസിസ് നടത്തുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ കമ്പനി ഉള്ള ട്രെൻഡ്, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗോൾഡിൻ്റെ റേറ്റ് ഇങ്ങനെ നിങ്ങളുടെ സ്ക്രീനിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ മനസ്സിലാകാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒക്ടോബറിലൊക്കെ ഗോൾഡ് പ്രൈസ് ഇങ്ങനെ നല്ല ഗ്രോത്തിൽ പോവുകയാണ്. പിന്നെ എന്ത് ചെയ്യാണ്, ഒക്ടോബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് വീണ്ടും ഡിക്ലൈനായി ഇങ്ങനെ കുറഞ്ഞു വരുന്നു. പിന്നെ ഒരു ഫ്ലക്ച്വേഷൻസ് ഉള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് നവംബർ 13 നമ്മളെ മാർക്കറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഗോൾഡൻ റേറ്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്, അതായത് ഐഡന്റിഫൈങ് ട്രെൻഡ് ആൻഡ് റിവീൽസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ഗിവിംഗ് ട്രേഡ് വാല്യബിൾ ഇൻഫർമേഷൻ. സോ അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ, അതിൽ ഓരോ കമ്പനിയുടെയും സ്റ്റോക്കുകളുടെ വാല്യൂവിനെ എന്ത് ചെയ്യാൻ അതുപോലെ അനലൈസ് ചെയ്യാന്നാണ് പറയുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഷോർട്ട് ടേം ട്രേഡിംഗിൽ ഉണ്ടാവും, ലോങ് ടേം സ്ട്രാറ്റജിയിൽ ഉണ്ടാവും, മാർക്കറ്റ് എഫിഷ്യൻസി ഉണ്ടാവും. പല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് സഹായിക്കും. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ട് ടൈമിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ലോങ് ടൈമിലൂടെ എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മാർക്കറ്റ് എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന മാർക്കറ്റ് ആ എക്കോണമി എത്രത്തോളം അതിന് ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിൽ ഏതൊക്കെ രീതിയിൽ നമുക്കിത് എക്സാമിൻ ചെയ്യാന്നുള്ളതാണ് എന്ന് പറയുന്നത്. ബേസിക്സ് ടൂൾ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമുക്ക് പറയുന്നത്, ഒന്നാമതായിട്ട് പറയുന്നത് ചാർട്ടുകളാണ്. രണ്ടാമതായിട്ട് നമുക്കിതിൽ പറയുന്നത് കുറച്ച് പാറ്റേണുകളാണ്. മൂന്നാമതായിട്ട് നമുക്ക് ഇതിൽ പറയുന്നത് കുറച്ച് മാത്തമാറ്റിക്കൽ കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. പിന്നെ അതിൽ മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമുക്കിതിൽ പറയുന്നത്. ഇതിൽ ഓരോന്നിനെയും എന്ത് ചെയ്യാം, ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. കൂടുതൽ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയുന്ന സാധനം ലൈൻ ചാർട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ലൈൻ ചാർട്ട് എന്ന് പറയുമ്പോൾ സിമ്പിൾ വേ ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിനെ ഇങ്ങനെ അതിൻ്റെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും, ക്ലോസിംഗ് എങ്ങനെ, നോർമലായിട്ട് ഉള്ള ചാർട്ടാണ് ലൈൻ ചാർട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാർട്ട് എന്ന് പറയുന്നത് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഒരു ഫിസിക്കൽ പീരീഡിൽ, ആ പീരീഡിനകത്ത് അതിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എത്രയായിരുന്നു, അതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ടെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ബാറാണ് എന്ത് ചെയ്യുന്നത് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ക്യാൻഡൽസ്റ്റിക് ചാർട്ട് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ കളേഴ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, എംബിറ്റി ആയിട്ടുള്ള ബോഡീസ് ഉണ്ടാവും. അതുപോലെ തന്നെ കളേഴ്സ് ഉള്ള ബോഡീസ് ഉണ്ടാവും.
പല രീതിയിലുള്ള സാധനങ്ങളുണ്ടാവും. അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ പോയിന്റ് ചാർട്ട് ഉണ്ടാവും, അതിൽ എക്സസും ഒയസും ഉണ്ടാവും. അതാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ത് ചെയ്യുക, അത് കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി റിവേഴ്സൽ പാറ്റേൺസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇനി നമ്മളിതിൽ പറയാൻ വേണ്ടി. റിവേഴ്സൽ പാറ്റേൺ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് പാറ്റേൺ എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞു 3 രീതിയിലാണ് നമ്മളിവിടെ എക്സാമിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഗ്രാഫ്, രണ്ടാമത്തേത് പാറ്റേൺ, മൂന്നാമതായിട്ടുള്ളത് മാത്തമാറ്റിക്കലാണ്. സോ ഈ പാറ്റേൺ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് റിവേഴ്സലും രണ്ടാമതായിട്ട് കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന 2 രീതിയിലാണ് ചെയ്യുന്നത്. അതിൽ ഈ റിവേഴ്സൽ തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പാണ് വരുന്നത്. ഹെഡ് ആൻഡ് ഷോൾഡർ, ഡബിൾ ടോപ്പ് ബട്ടൺ, മൂന്നാമത് ട്രിപ്പിൾ ടോപ്പ് ബോട്ടം. ഈ 3 രീതിയിലാണ് വരുന്നത്. നമുക്ക് ടെക്സ്റ്റിൽ എന്തുണ്ട്, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് ഇട്ട് അപ്പോൾ മനസ്സിലാക്കുക. ഇതിൽ ഹെഡർ എന്ന് പറയുമ്പോൾ ഹെഡിൻ്റെ ടോപ്പിലേക്ക് പോകുമ്പോഴാണ് ഒരു കമ്പനിയുടെ അത്രയും സ്റ്റോക്കിന് വാല്യൂ വരുന്നത്. അതിൽ ഒരു നെക്ക് ലൈൻ ഉണ്ടാവും, ഇമേജ് ഉണ്ട്, ടെക്സ്റ്റിൽ നോക്കണം. ആ നെക്ക് ലൈൻ്റെ താഴേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുക, അത്രയും ഡൗൺഫാളിലേക്ക് അത് പോവുക. അതുപോലെ തന്നെ ഡബിൾ ടോപ്പ് സിഗ്നൽസിനും ഇമേജ് സൈഡ് കൊടുത്തിട്ടുണ്ട്. അതിലും എന്തുണ്ടാവും, നെക്ക് ലൈൻ ഉണ്ടാവും. നെക്ക് ലൈൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളത് എങ്ങനെയാണ് അത് കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഡബിൾ ബോട്ടം ആണെന്നുണ്ടെങ്കിൽ താഴേക്കാണ് അതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുക, ഡബിൾ ടോപ്പാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കായിരിക്കും അത് ഉണ്ടാവുക. അതേ സാധനത്തിൻ്റെ തന്നെ ഒരു ട്രിപ്പിൾ വേർഷനാണ് ട്രിപ്പിൾ ടോപ്പ് ബോട്ടം എന്ന് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നില്ല, സിലബസിൽ പറയുന്നില്ല, ജസ്റ്റ് സംഭവം എന്താണെന്നുള്ളത് നോക്കുക. അടുത്ത് പറയുന്നത് കണ്ടിന്യൂഷൻ പാറ്റേൺസ് ആണ്. കണ്ടിന്യൂഷൻ പാറ്റേൺസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് കണ്ടിന്യൂഷൻ പാറ്റേൺ നമുക്ക് പ്രധാനമായിട്ടും 3 രീതിയിലാണ് വരുന്നത്. ഒന്ന് ഫ്ലാഗ് ആൻഡ് പെനറ്റ്സ്, രണ്ടാമത് ട്രയാങ്കിൾ, മൂന്നാമത് റെക്റ്റാങ്കിൾ എന്ന് പറയും. ഇതിൽ റെക്റ്റാങ്കിൾ ആണ് ഒന്നുകൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അതിൽ നമുക്ക് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഒന്നല്ലെങ്കിൽ പ്രൈസ് കൺസോൾട്ട് വിത്തിൻ്റെ ഹൊറിസോണൽ സപ്പോർട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റി കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്യും. അതേസമയം ഫ്ലാഗ്സ് ആൻഡ് പെനൻസിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അതിൽ നമുക്ക് തരുന്നത് സിഗ്നലുകളാണ്. അതായത് മാർക്കറ്റിൻ്റെ ട്രെൻഡിൻ്റെ സിഗ്നലുകളാണ് എന്ത് ചെയ്യുക, നമുക്ക് കാണിച്ചു തരിക. ട്രയാങ്കിളിൻ്റെ കേസിൽ 3 കേസുകളാണ് ട്രയാങ്കിളിൻ്റെ വരുന്നത്. ഒന്ന് അസെൻഡിങ് ട്രയാങ്കിളും, ഒന്ന് ഡിസെൻഡിങ് ട്രയാങ്കിളും, പിന്നെ സിമെട്രിക്കലാണ് വരിക. അസെൻഡിങ് ട്രയാങ്കിൾ ചെയ്യുന്നത് ബുള്ളിഷ് ബ്രേക്ക്ഔട്ടാണ്. അതായത് കമ്പനി നല്ല രീതിയിലുള്ള ഗ്രോത്തിലേക്ക് പോകുന്നു എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുണ്ടാവുക ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടാവുക. സിമെട്രിക്കൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഒരു കറണ്ട് ട്രെൻഡ്, ഒരു നോർമൽ ട്രെൻഡ് ആയിരിക്കും ഉണ്ടാവുക. സിമെട്രി ലെവലിലായിരിക്കും അത് ഉണ്ടാവുക. നമുക്ക് സ്റ്റാറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ സിമെട്രി അറിയുന്നുണ്ടാവും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂഷൻ പാറ്റേണിൽ വരുന്നത്. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. മാത്തമാറ്റിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാമത് വരുന്നത് മൂവിങ് അവറേജ് ആണ്. മൂവിങ് അവറേജ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ട്രെൻഡ് അനാലിസിസിന് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. 2 രീതിയിലാണ് വരിക. ഒന്ന് SMA അവറേജും ഉണ്ട്, അതുപോലെ തന്നെ EMA അവറേജും ഉണ്ട്. അത് രണ്ടും എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഇതിൽ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് പറയുന്നത്. മൂവിങ് അവറേജ്, അതായത് MA എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ SMA അതുപോലെ EMA മനസ്സിലാക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്. MA എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്യും മനസ്സിലാക്കുന്നതിനാണ് എന്ത് പറയുക, നമ്മൾ MA എന്നുള്ളത് പറയാം. അതായത് മൂവിങ് അവറേജ് എന്ന് പറയാം. 2ആയി ഡിവൈഡ് ചെയ്യുന്നു പറഞ്ഞല്ലോ. അതായത് ഒന്ന് സിമ്പിൾ മൂവിങ് അവറേജും രണ്ടാമത്തേത് എക്സ്പോണൻഷ്യൽ മൂവിങ് അവറേജ് ആണ്. അതിൽ സിമ്പിൾ മൂവിങ് അവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്പെസിഫിക് പീരീഡ് എടുക്കുന്നു, ആ പീരീഡിലുള്ള ക്ലോസിംഗ് പ്രൈസിൻ്റെ ആവറേജ് കാണുന്ന മെത്തേഡാണ്. അതേസമയം EMA എന്ന് പറയുമ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ് എടുക്കുന്നു, അതിലുള്ള അതിൻ്റെ ഒരു അവറേജ് കാണുന്ന സംഭവമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ EMA എന്നുള്ളത് മനസ്സിലാക്കിയേക്കാം. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഓസിലേറ്റേഴ്സ് ആണ്. ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ടൂളാണ്. അത് ഉപയോഗിക്കുന്നതിന് നമ്മൾ ഒരു ഫിനാൻഷ്യൽ അസറ്റ് അത് ഓവർ ബോട്ട് ചെയ്തിട്ടുണ്ടോ ഓവർ സോൾട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അതിൻ്റെ സെയിലും അതുപോലെ തന്നെ അതിൻ്റെ ബോട്ട് ബെയിങ്ങും അതിൻ്റെ കൃത്യമായ രീതിയിൽ ഓവറാണോ അതോ ബിലോ ആയിട്ടാണോ കിടക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ ഓസിലേറ്റേഴ്സ് നമ്മളെ സഹായിക്കും. അത് മാർക്കറ്റിൻ്റെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഓസിലേറ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മളെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ROC ആണ് അടുത്തതായിട്ട് വരുന്നത്. ROC എന്ന് പറയുന്ന സമയത്ത്
അതും നമ്മൾ നേരത്തെ പറഞ്ഞ മൂവിങ് ആവറേജിൻ്റെ അതേ മെത്തേഡ്, അതായത് നമ്മൾ അതിൽ പറഞ്ഞിരുന്ന EMAയുടെ ഒരു മെത്തേഡാണ് വരുന്നത്. ഒരു കൃത്യമായിട്ടുള്ള ഒരു പീരീഡിനകത്ത്, സ്പെസിഫിക് പീരീഡിനകത്ത് കറണ്ടിലെയും അതുപോലെ തന്നെ പാസ്റ്റിലെയും അതിൻ്റെ പ്രൈസുകൾ തമ്മിലുള്ള ചേഞ്ചിൻ്റെ പെർസെൻറ്റേജ് മെഷേഴ്സ് ചെയ്യുന്ന സാധനമാണ് റേറ്റ് ഓഫ് പേയിങ് ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത സാധനം RSA എന്നുള്ളതാണ്. RSA ഒരു പാരാമീറ്റർ വെച്ചിട്ടുള്ള സിസ്റ്റമാണ് RSA എന്ന് പറയുന്നത്. ഏകദേശം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ഓസിലേറ്ററിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക്. എന്തിനെ, മൊമെൻ്റം ഓസിലേറ്റർ, അതായത് 0 to ഒരു 100 വരെയാണ് എന്തുണ്ടാവുക, അതിൻ്റെ മെഷർമെൻറ്റ് ലെവൽ ഉണ്ടാവുക. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, 30ൻ്റെ താഴെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ബിലോ ഓവർസോൾഡ് ബിലോ ആണെന്നുള്ളത് പറയാൻ പറ്റും. അതേസമയം ഓവർബോട്ട് എബോ ആണെന്നുള്ളത് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്, 70ൻ്റെ മുകളിലാണ്. എബോ 70 ഇൻഡിക്കേറ്റ് ഓവർബോട്ട് ആൻഡ് ബിലോ 30 ഇൻഡിക്കേറ്റ് ഓവർസോൾഡ് ആണെന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സൽ പോയിന്റിനെയും കൺഫേം ട്രെൻഡിനും എന്താണ് ട്രെൻഡ് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ രീതിയിൽ മനസ്സിലാക്കും. ഈ ഭാഗങ്ങൾ നിങ്ങൾ അത്ര ഡെപ്തായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്താണ് സംഭവം എന്നുള്ളത് എന്ത് ചെയ്യുക, കൃത്യമായി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. അതുപോലെ അടുത്തതിൽ മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സും പറയുന്നുണ്ട്, അതായത് MACD എന്ന് പറയും. മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അത് നമ്മുടെ മാർക്കറ്റ് ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ മേക്കിംഗ് ബൈയിങ് അല്ലെങ്കിൽ സെല്ലിംഗ് ഡിസിഷൻസിനൊക്കെ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് പല രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ഷോർട്ട് ഇൻട്രസ്റ്റിൽ വരുന്നുണ്ട്, ഓഡ് ലോഡ് ബാലൻസ്ഡ് ഇൻഡെക്സ് വരുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ട് ക്യാഷ് റേഷ്യോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് ഓഫ് മാർക്കറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അതിൽ പറയാനുള്ളതായിട്ട് വരുന്നത്. മാർക്കറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഷോർട്ട് ടൈം ഇൻട്രസ്റ്റ് ഉണ്ട്, ഓൾഡ് ലോട്ട് ഉണ്ട്, പിന്നെ മ്യൂച്വൽ ഫണ്ട് റേഷ്യോ, മാർക്കറ്റ് ബ്രെഡ്ത്ത്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഇങ്ങനത്തെ 3 പാർട്ട് വരുന്നുണ്ടെന്നും അതിൻ്റെ ഒരു സിമ്പിളായിട്ട് രീതിയിൽ മനസ്സിലാക്കിയാൽ മതി. കാരണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഓവറായിട്ട് ഈ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവുന്നതുകൊണ്ടാണ് കൂടുതൽ ഓവർ ഡെപ്തിക്ക് പോവാതെ രൂപ രീതിയിൽ തന്നെ ജസ്റ്റ് പറഞ്ഞു വെച്ചത്. നിങ്ങൾ എക്സാം അടുത്തതുകൊണ്ടാണ് അതിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോവാതിരുന്നത്. ഇനി നെക്സ്റ്റ് സെമസ്റ്ററിൽ സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെയും എക്സാമിൻ ചെയ്യാം കേട്ടോ. താങ്ക് യു.